ഹായ് ഓൾ, എല്ലാവർക്കും സ്കോളർ സ്ക്വാഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട്, അതായത് 2011 തൊട്ട് 2024 അല്ലെങ്കിൽ 25 ഫെബ്രുവരി വരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയുടെ നീളം ചിലപ്പോൾ 1 മണിക്കൂർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടാൻ വഴിയുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെ പീരിയോഡിക് ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോഴത്തേക്കും, അതായത് പ്രത്യേകിച്ചും എഫ് ബ്ലോക്ക്, പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് എല്ലാം എ എലമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാം, അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം. ഓക്കെ, ഇത് എഫ് ബ്ലോക്കിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത് അറിയണം. എഫ് ബ്ലോക്കിന്റെ കേസിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? ആക്ടിനൈറ്റ്സും ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ആണ് വരുന്നത്. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സിനകത്ത് അതിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ലാന്തനൈറ്റ് കോംപ്ലക്സസ്. ഇത് 2024 ഡിസംബർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 25 ഫെബ്രുവരിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ലാന്തനൈറ്റ് കോംപ്ലക്സിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്, ദേ എക്സിബിറ്റ് ഫ്യൂവർ അബ്സോർഷൻ ബാൻഡ്സ് ഡ്യൂ ടു എ സ്മോൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. സ്മോൾ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൊണ്ട് തന്നെ ഫ്യൂവർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ബാൻഡ്സ് ആണ് അത് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പം അത് ചോദിക്കുന്നതിന്, അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുമ്പ് ആദ്യത്തെ കാര്യം, എന്താണ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഇലക്ട്രോൺസിന്റെ ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റ്സ്. ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന്റെ ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് വിത്ത് ഡിഫറൻറ്റ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. സ്പിൻ ആംഗുലർ മൊമെന്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെന്റവുമായിട്ട് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്റ്റേറ്റ് എന്ന്, അല്ലെങ്കിൽ അതുവഴി അറൈസ് ചെയ്യുന്നതാണ് മൈക്രോസ്റ്റേറ്റ്സ്. മൈക്രോസ്റ്റേറ്റ്സ് അറൈസസ് ഫ്രം ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ് വിത്ത് ഡിഫറൻറ്റ് സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്ര, അത് വെച്ചിട്ടാണ്, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വെച്ചിട്ട് ഹൗ മെനി ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ഒരു സ്പെക്ട്രത്തിൽ എത്ര ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ എഫ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും റസൽ സോണ്ടേഴ്സ് RS കപ്ലിങ്ങും വഴി, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് അല്ലെങ്കിൽ റസൽ സോണ്ടേഴ്സ് കപ്ലിങ്ങും വഴി ഒത്തിരി മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ സ്മോളർ അല്ല മൈക്രോസ്റ്റേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. കൂടുതൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. കൂടുതൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കൂടുതൽ അബ്സോർപ്ഷൻ ബാൻഡ്സ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: arises from all possible combinations of electrons in orbitals with a different spin and orbital angular momentum. Number of microstates എന്ന് പറയുന്നത് number of electronic transitions and possible electronic transition, സ്പെക്ട്രത്തിലെ possible electronic transitions കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റസൽ സോണ്ടേഴ്സ് കപ്ലിങ്ങും സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് അത് മൂലമുണ്ടാവുന്ന അബ്സോർപ്ഷൻ ബാൻഡും കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിന്റെ പല രീതിയിലുള്ളത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പ്രത്യേകം ഓർത്തിരുന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് അല്ല എന്ന് പറയാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, their spectra are dependent on coordination number and geometry. രണ്ടാമത്തേത് പറഞ്ഞേക്കുന്നത്, സ്പെക്ട്ര എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പറിനെയും ജോമെട്രിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പെക്ട്ര ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ 4f ഓർബിറ്റൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡീപ്ലി ബെറീഡ് ബിനീത്ത് ഇതാണ് ഔട്ടർ 5s ആൻഡ് 5p ഓർബിറ്റൽ. 5s 5p ഓർബിറ്റലിന്റെ ഉള്ളിലായിട്ടാണ് 4f ഓർബിറ്റൽ എന്ന് പറഞ്ഞത്. അതിനെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ 5s ആൻഡ് 5p ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പറോ അല്ലെങ്കിൽ ജോമെട്രിയോ അല്ലെങ്കിൽ ലിഗാൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ 4f ഓർബിറ്റലിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ് ഈ ലിഗാൻഡ് എൻവയോൺമെന്റിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ലിഗാൻഡിൽ നിന്ന് ഷീൽഡഡ് ആണ് ഈ 4f ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയാൻ പറ്റും കോർഡിനേഷൻ നമ്പർ ഓർ ജോമെട്രി എന്ത് ചെയ്യുന്നില്ല, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഈ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ തേർഡ് ഓപ്ഷൻ പറഞ്ഞാൽ മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻസ് ആർ സിമിലർ കമ്പയർഡ് ടു ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ്. അതായത് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സുമായിട്ട് സിമിലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഓഫ് ട്രാൻസിഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലെപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. ഓക്കെ, ലെപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേനും ലെപ്പോർട്ടെ റൂൾ അനുസരിച്ചിട്ട് ചേഞ്ച് ഇൻ പാരിറ്റി ഉണ്ടാവണമെന്നാണ് ലെപ്പോർട്ടെ അലൗഡ് ട്രാൻസിഷൻ പറയുന്നത്. 4f to 4f ട്രാൻസിഷൻ എന്ന് പറയുന്നത് നോ ചേഞ്ച് ഇൻ പാരിറ്റി. ഓക്കെ, ചേഞ്ച് ഇൻ പാരിറ്റി എന്ന് പറയുന്നത് ഇല്ല. അപ്പം ചേഞ്ച് ഇൻ പാരിറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ലെപ്പോർട്ടെ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ അല്ല 4f ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലെപ്പോർട്ടെ ഫോർബിഡൻ ആണ്, ലെപ്പോർട്ടെ ഫോർബിഡൻ ആണ്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പിൻ അലൗഡ് ആണോ അല്ലെങ്കിൽ സ്പിൻ ഫോർബിഡൻ ആണോ എന്നുള്ളത് നമ്മൾ ആ പെർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള എലമെന്റിന്റെ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ കിട്ടുന്ന ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ലെപ്പോർട്ടെ ഫോർബിഡൻ ആണ്, സ്പിൻ അലൗഡും ആവാം, ചിലപ്പം ഫോർബിഡനും ആവാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഈ 4f to 4f ട്രാൻസിഷൻ എന്ന് പറയുന്നത് വെരി വീക്ക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ വെരി വീക്ക് ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും. ലോ ഇന്റൻസിറ്റി അബ്സോർഷൻ സ്പെക്ട്രം ആയിരിക്കും തരുന്നത്. ലോ ഇന്റൻസിറ്റി അബ്സോർഷൻ സ്പെക്ട്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാം സ്മോളർ കമ്പയർഡ് ടു ട്രാൻസിഷൻ. മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന അബ്സോർഷൻ റേറ്റിനെ പറയുന്നതാണ്. അത് വെച്ചിട്ട് പറയാം എന്താണ് ഇതെന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിനെ വെച്ച് നോക്കുമ്പോൾ അത് സ്മോളർ ആയിട്ടുള്ളതായിരിക്കും വരിക മോളാർ എക്സ്റ്റൻഷൻ കോഎഫിഷ്യന്റ്. Their absorption bands are sharp due to weak vibronic coupling. Vibronic coupling എന്താണ്? വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കപ്ലിംഗ് ആണെന്ന് വെച്ചാൽ interaction between electronic transitions and vibrational modes of a molecule. ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനും വൈബ്രേഷണൽ മോഡ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനെ നമ്മൾ പറയുന്നതാണ് വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയുന്നത്. അത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് ബ്രോഡർ ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ വൈബ്രേഷണൽ ലെവൽസും ആയിട്ടുള്ള ഓവർലാപ്പിംഗ് മൂലം മോഡ് അബ്സോർഷൻ ബാൻഡ്സ് ആയിരിക്കും, ബ്രോഡായിട്ടുള്ള അബ്സോർഷൻ ബാൻഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം 4f ഓർബിറ്റൽസ് എന്ന് പറയുന്നത് വളരെ ഷീൽഡഡ് ആണ്. ഓക്കെ, ഷീൽഡഡ് ആയതുകൊണ്ട് തന്നെ അത് ഇന്ററാക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് അല്ലെ ലിഗാൻഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വീക്ക് ഇന്ററാക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഓർബിറ്റലിലെ 4f ഓർബിറ്റലിലേക്കുള്ള ന്യൂക്ലിയർ വൈബ്രേഷൻസിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, വൈബ്രോണിക് കപ്ലിംഗ് കുറവായതുകൊണ്ട് തന്നെ വെൽ ഡിഫൈൻഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസിൽ കൂടെയുള്ള ട്രാൻസിഷൻ ആയിരിക്കും നടക്കുക. അതെന്ന് പറയുന്ന ഷാർപ്പ് ലൈൻസ് ആയിരിക്കും തരിക. ഓക്കെ, വൈബ്രോണിക് കപ്ലിംഗ് നടക്കണമെങ്കിൽ എന്താണ് വൈബ്രേഷണൽ ലെവലും ഇലക്ട്രോണിക് ലെവലും തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം. ഇവിടെ എന്താണെന്നാണ് പറഞ്ഞത് 4f ഓർബിറ്റൽ എന്ന് പറയുന്നത് ലിഗാൻഡ് എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ലിഗാൻഡുമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ലെവൽസ് തമ്മിലുള്ള എന്താണ് ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതുമൂലം നാരോ ഷാർപ്പ് ലൈൻസ് ആയിരിക്കും സ്പെക്ട്രത്തിൽ തരുന്നത്. their absorption bands are sharp due to weak vibronic coupling. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിഗാൻഡ് ഫീൽഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം സി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സി ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പം ഇതെല്ലാം തന്നെ പഠിച്ചിരിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനകത്ത് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് FF ട്രാൻസിഷന്റെ കേസിൽ ഷാർപ്പ് ബാൻഡ് ആയിരിക്കും കിട്ടുന്നത്, ലാർജ് അബ്സോർപ്ഷൻ ആയിരിക്കും തരിക. ലിഗാൻഡ് എൻവയോൺമെന്റിൽ എന്ത് ചെയ്യില്ല, ഡിസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ലിഗാൻഡ് എൻവയോൺമെന്റ്. ലിഗാൻഡ് എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലിഗാൻഡ് എൻവയോൺമെന്റിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ എഫക്റ്റ് ആണ് FF ട്രാൻസിഷന്റെ കേസിൽ. ഓക്കെ, അതേസമയം DD ട്രാൻസിഷന്റെ കേസിലോ ബ്രോഡ് ബാൻഡ്സ് ആണ് കിട്ടുന്നത്. കാര്യം വൈബ്രോണിക് കപ്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ എന്താണ് ഫ്യൂവർ അബ്സോർപ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡ് ഓൺ ലിഗാൻഡ് എൻവയോൺമെന്റിനെ അത് ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യനും 2024 തന്നെ ചോദിച്ചതാണ്, ഡിസംബറിൽ ചോദിച്ചതാണ്. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം Landé factor G and the calculated magnetic moment M calculated for praseodymium 3+, atomic number 59R. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം പറയണം, ലാൻഡേ ഫാക്ടർ എന്താണെന്നുള്ളത് പറയണം, കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്നുള്ളത് പറയണം. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ലാന്തനൈറ്റ്സിന്റെ കേസിൽ, ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത് ലന്താനത്തിന് ശേഷമുള്ള 14 എലമെന്റ്സിനെയാണ് നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് പറയാം. ലന്താനം എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, നമുക്കറിയാം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ടോട്ടൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. സെനോൺ കഴിഞ്ഞിട്ട് 5d1 6s2 ആണ് ഇതിന്റെ കേസിൽ, ലന്താനത്തിന്റെ കേസിൽ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മളപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിയുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള ലന്താനത്തിന് ശേഷമുള്ള എലിമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് വരുന്നതാണ്. നമ്മുടെ സീറിയം ടു ലുട്ടേഷ്യം വരുന്നതിനകത്ത് എഫ് ബ്ലോക്കിനകത്ത് ഓരോ ഇലക്ട്രോൺസ് കൂടുന്ന വഴി, ഇതിനെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. 5d1 4f0 5d1 6s2 എന്നുള്ളത് ലന്താനത്തിന്റെ കേസിൽ. ഓക്കെ, അപ്പം ലന്താനത്തിന്റെ കേസിൽ അത് വന്നു. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെനോണിന് ശേഷം ഓരോ എഫിലേക്ക് ഓരോ ഇലക്ട്രോൺസ് കൂടി 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 വന്ന് അങ്ങനെ 14 ഇലക്ട്രോൺസ് വരുന്ന രീതിയിലായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചില കേസിൽ മാത്രമേ ഉള്ളൂ 5d1 ഇലക്ട്രോൺസ് വരിക, അതായത് ഇതേ ഇതിലല്ല പോകുന്നത്. ഇപ്പൊ സീരിയം പറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയത്തിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെനോണിന് ശേഷം 4f1 5d1 6s2, ഇത് ശരിയാണ്. സീരിയത്തിന്റെ കേസിൽ ഇങ്ങനെയാണ് പോകുന്നത്. ദെൻ പ്രിസിയോഡിമിയത്തിന്റെ കേസിൽ 4f3 5d 0 ആണ് 6s2. ഓക്കെ, ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്കും നിയോഡിമിയം, അതിന് 4f4 വരുന്നു 6s2 തന്നെ. പ്രൊമീത്തിയം 4f5 6s2, സമരിയം 4f6 6s2, യൂറോപ്പിയം 4f7 6s2 ആണ് വരുന്നത്. പക്ഷേ ഗഡോലിനിയം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ യൂറോപ്യത്തിന്റെ കേസിൽ 4f7 6s2 ഇതെന്ന് പറയുന്നത് എന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. കാര്യം ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഗഡോലിനിയം വരുന്ന സമയത്ത് 4f7 തന്നെയായിരിക്കും വരുന്നത്. 5dയിലേക്ക് ഒരു ഇലക്ട്രോൺ പോകും, 5dയിലേക്ക് ഒരു ഇലക്ട്രോൺ പോയിട്ട് 6s2 ആയിട്ട് മാറും. ഇത് ഹാഫ് ഫിൽഡിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി മൂലമാണ് എന്താണ് ഗാഡോലിനിയത്തിന്റെ കേസിൽ 4f7 ആയിട്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിൽക്കുന്നത്. ഓക്കെ, ദെൻ ടെർബിയം ആകുമ്പോൾ വീണ്ടും 4f9 6s2, ഡിസ്പ്രോസിയം ആകുമ്പോഴത്തേനും 4f10, ഹോമിയം ആകുമ്പോഴത്തേനും 4f11, എർബിയം 4f12, തുലിയം 4f13, ഇറ്റർബിയം 4f14 വരും. ലുട്ടേഷ്യം ആവുന്ന സമയത്തും ഇറ്റർബിയത്തിന് ശേഷം ഇറ്റർബിയം 4f14 വരുന്നത് പോലെ തന്നെ അതെന്താണ്, ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലിന്റെ ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലുട്ടേഷ്യത്തിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ എന്താണ് 4f14 5d1 6s2 എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നെറ്റിന്റെ എക്സാം എഴുതുന്നവർ അതുപോലെ തന്നെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. PR3+ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. PR3+ന്റെ നമ്മളിവിടെ PR-ന്റെ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ടുണ്ട്. 4f3 6s2 ആണ്. അപ്പോൾ 3 ഇലക്ട്രോൺസ് പോയത് കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് നിൽക്കുന്നത് എന്താണ്, 4f2 ആണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം 4f2 എങ്ങനെ വരുന്നു എന്നുള്ളത്. വാല്യൂ 2 3 4 5 6 and 7 ആയിട്ടാണ് നമുക്കറിയാം എഫ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെ വരുമ്പം. ഓക്കെ, ദെൻ +3 +2 +1 0 -1 -2 -3. ഓക്കെ, 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, +3ൽ 2 ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ഇത് ഒരെണ്ണം അല്ലേ, ഒരു 1 × 3 3 + 1 × 2 5 വന്നു എല്ലിൻ്റെ വാല്യൂ. എസ് എന്ന് പറയുന്നത് എന്താണ്, S = ½ + ½. ഓക്കെ, ഹാഫ് സ്പിന്ന് 1 ആയിട്ട് വരുന്നു എസിൻ്റെ വാല്യൂ. 2s + 1 എന്ന് പറയുമ്പോഴത്തേക്കും 2s + 1 എന്ന് പറയുന്നത് =
2 ഇലക്ട്രോൺസ് ആണ് അല്ലേ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1 മൾട്ടിപ്ലിസിറ്റി എത്ര വന്നു? 3 വന്നു. സോറി 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1, സോറി ഹാഫ് അല്ലല്ലോ, 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1 അല്ല, രണ്ട് എസിൻ്റെ വാല്യൂ 1 അല്ലേ വന്നേക്കുന്നത്. അപ്പം 2 ഇൻറ്റു 1 പ്ലസ് 1 വരുന്നു. അതെന്ന് പറയുന്നത് 3 വരും. 2s പ്ലസ് 1 എന്ന് പറയുന്നത് 3 വരും. ദെൻ നമുക്കറിയാം ഇതിപ്പം ഹാഫ് ഫിൽഡ് ആണല്ലേ. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെ വാല്യൂ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു മോഡുലസ് എൽ പ്ലസ് എസ് ആണ് വരുന്നത്. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു മോഡുലസ് എൽ മൈനസ് എസ് ആണ് വരുന്നത്. ഓക്കെ, എൽ മൈനസ് എസ് വരുന്നു. അപ്പം ഇവിടെ എത്രയാണ്? ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. എൽ മൈനസ് എസ് എന്ന് പറയുമ്പോഴത്തേനും 5 മൈനസ് 1 ഇസ് ഈക്വൽ ടു എത്ര വരും? 4 വരും. 5 മൈനസ് 1 ഇസ് ഈക്വൽ ടു 4. അപ്പം എന്ത് നമുക്കറിയാം, എങ്ങനെയാണ് നമ്മൾ ടേം സിമ്പിൾ എഴുതുക? ടേം സിമ്പിൾ എഴുതുന്നത് എൽ ജെ 2s പ്ലസ് 1 അല്ലേ. ഇങ്ങനെയാണ് ടേം സിമ്പിൾ എഴുതുന്നത്. 2s പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 2s പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 കിട്ടി. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടത്? എൽ എന്ന് പറയുന്നത് 5 ആണ് കിട്ടിയത്. 5 എന്ന് എങ്ങനെയാണ് എൽ? അപ്പം എൽ എഴുതുക എസ്, ക്യാപിറ്റൽ എസ്, ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ ഡി, എഫ് എന്ന് പറഞ്ഞു പോകും. 0, 1, 2, 3, ജി ആണെങ്കിൽ 4, എച്ച് 5. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ക്യാപിറ്റൽ എസ്, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 എഫ്, 4 ജി, 5 എച്ച് എന്നും പറഞ്ഞു പോകും. അപ്പം ഇവിടെ എത്ര നമുക്ക് കിട്ടിയ? 5 ആണ് വന്നത്. 5 എന്ന് പറയുമ്പം എച്ച്. ഓക്കെ, മൾട്ടിപ്ലിസിറ്റി വന്നത് 3, എച്ച്. ജെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വന്നു? 4 വന്നു. ഓക്കെ, ഈ ഓപ്ഷനുള്ള നോക്കാം. ബാക്കി നമുക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ. 2 ഓപ്ഷൻസ് ആണ് 3H4 വരുന്നത്. 2 എണ്ണം വരുന്നു. അപ്പോൾ ഇതുമല്ല, ഇതുമല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം എന്നില്ല. കാര്യം രണ്ടിൻ്റെയും കേസിൽ മാഗ്നറ്റിക് മൊമെന്റ് 0.80 ആണ്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് മൊമെന്റ് അല്ല, ലാൻഡേ ഫാക്ടർ കണ്ടുപിടിക്കണം എന്നില്ല. കണ്ടുപിടിക്കാതെ തന്നെ 0.80 എന്നുള്ളത് ഈ 2 ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ദെൻ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തായതുകൊണ്ട് തന്നെ ലാൻഡേ ഫാക്ടർ കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം മാഗ്നറ്റിക് മൊമെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എക്സാം ചെയ്യുന്ന സമയത്ത് എന്താണ് മിനിമം സമയം നമുക്ക് ഒരു ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മാഗ്നറ്റിക് ലാൻഡേ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള സമയത്തിന് വേണ്ടി നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമില്ല. ബാക്കി മാഗ്നറ്റിക് മൊമെന്റിലേക്ക് പോവാം. ഓക്കെ, നല്ലൊരു പ്രശ്നമുണ്ട്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ വരുമ്പോഴത്തേനും ലാൻഡേ ഫാക്ടർ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. ഓക്കെ, സോറി വിട്ടുകളാം. അപ്പം നമുക്കിനി ലാൻഡേ ഫാക്ടർ നോക്കാം. ഓക്കെ, ലാൻഡേ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൽ എന്ന് ലാൻഡേ ഫാക്ടർ ജി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2j ഇൻറ്റു ജെ പ്ലസ് 1. ഇതാണ് നമ്മുടെ ലാൻഡേ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജെയും എസും എല്ലും എന്താണെന്നുള്ളത് അറിയാം. ജെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? ജെ ഈസ് ഈക്വൽ ടു 4 വന്നിട്ടുണ്ട്. ജെ ഈസ് ഈക്വൽ ടു 4 ആണ്. പിന്നെ എസ് എന്ന് പറയുന്നത് എത്ര വന്നേക്കുന്നത്? എസ് ഈസ് ഈക്വൽ ടു 1 ആണ്. എസ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് എൽ ഈസ് ഈക്വൽ ടു 5. ആ വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് ഓക്കെ ജെ എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 പ്ലസ് 1 അല്ലേ, 4 ഇൻറ്റു 5 വരും. പ്ലസ് എസ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 1 പ്ലസ് 1 2 അല്ലേ, 1 ഇൻറ്റു 2 വരും. ഇൻറ്റു 2 എന്ന് പറയുന്നത് 1 തന്നെയാണ്. മൈനസ് 5 ഇൻറ്റു 5 പ്ലസ് 1, അപ്പോൾ 5 ഇൻറ്റു 6 വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ വാല്യൂ എത്രയാണ് വന്നേക്കുന്നത്? 4 ആണ്. 4 ഇൻറ്റു 4 പ്ലസ് 1 5 ആണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേനും ഈക്വൽ ടു 1 പ്ലസ് 21 അല്ലേ, 20 പ്ലസ് 1 21 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 5 എന്ന് പറയുന്നത് 40 ആണ് വരുന്നത് അല്ലേ, 40 വരുന്നു. എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 21 മൈനസ് 30 എന്ന് പറയുന്നത് 9 ആണ്. മൈനസ് 9 ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. ഓക്കെ,
is equal to 40 minus 9 divided by 40 is equal to 40 31 divided by 40 ചെയ്യാം. എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? 31 divided by 40 വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് വരുന്നത് 0.255 വരും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 0.255 സോറി 0.255 അല്ല 0.775 വരും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് ഏത് പറയാനായിട്ട് പറ്റും? പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.80 ആണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാതെയും പോകാമായിരുന്നു. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ 0.80 വാല്യൂ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ചെയ്താൽ മതിയാവും. ഇതുപോലെ ഓപ്ഷൻസ് രണ്ടും ഇതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഓപ്ഷൻ ഇതും 3H4 ആദ്യത്തെ പാർട്ട് രണ്ടിനകത്തും കോമൺ ആണ്, രണ്ടാമത്തെ പാർട്ട് രണ്ടിനകത്ത് കോമൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ലാൻഡ് ഫാക്ടർ 0.80 തന്നെയാണ് വരുന്നത് അല്ലേ. ഇനി മ്യൂ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മ്യൂ എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്താണ്? മ്യൂ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു G റൂട്ട് J ഇൻറ്റു J+1. ലാൻഡ് ഫാക്ടർ എത്ര നമുക്ക് കിട്ടി? 0.80 കിട്ടി. ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു 4+1 വരും ഈസ് ഈക്വൽ ടു 0.80 ഇൻറ്റു റൂട്ട് 20 അല്ലേ. 0.80 ഇൻറ്റു റൂട്ട് 20 വരും. ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും റൂട്ട് 20യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട് 2 ഇൻറ്റു 10 ചെയ്താൽ മതിയാവും അല്ലേ. റൂട്ട് 2ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും വരിക? അല്ലെങ്കിൽ അങ്ങനെ സോറി റൂട്ട് 2 ഇൻറ്റു 10 അല്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. റൂട്ട് 10നെ എങ്ങനെ കൊടുക്കാൻ നോക്കാം. 2 ഇൻറ്റു 10 കൊടുക്കാം. ഓക്കെ, ഇനിയും ഈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 10 ആണല്ലോ. 2 ഇൻറ്റു 10 എന്ന് ഹോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 10 എന്ന് പറയുന്നത്. റൂട്ട് 2ൻ്റെ വാല്യൂ എത്ര? 0.80 ഇൻറ്റു റൂട്ട് 2ൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റൂട്ട് 2 ടു റൂട്ട് 10 വാല്യൂ കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സ്പ്ലിറ്റ് റൂട്ടിനകത്ത് ഹയർ വാല്യൂ വന്നാലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് ടോട്ടൽ വാല്യൂ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റൂട്ട് 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. 1.414. റൂട്ട് 10ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.162 ഇൻറ്റു 3.1622 കൊടുക്കുകയാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഏകദേശം 3.5777 വരും. ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.58 അല്ലേ. 3.577 വരുന്നു. 3.58 ആണ് കറക്റ്റ് വാല്യൂ വരുന്നത്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ഇക്വേഷൻ ലാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലാൻഡനേഴ്സിന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻസ് കുറേയേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ഓഫ് ദ മെറ്റൽ hydrates EuH2ON times 3+ and TbH2ON times 3+. ഇതിന്റെ എന്താണ് പറഞ്ഞത്? ഈ മെറ്റൽ ഹൈഡ്രേറ്റ്സിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, H2O എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അതുമൂലം ഒരു ചാർജ് എന്ന് പറയുന്നത് വരുന്നില്ല. അപ്പം ടിയുവിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ടെർബിയത്തിന്റെ കേസിലും +3 ആണ് വരുന്നത്. U+3 വരുന്ന സമയത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4/6 ആണ് വരുന്നത്. 4/6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സിംബൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യാം? 1 2 3 4 5 6. ഓക്കെ, +3 +2 +1 0 -1 -2 -3. ഓക്കെ, 4/6 ആണല്ലേ. 1 2 3 4 5 6. ഓക്കെ, 0യുടെ വാല്യൂ എന്തായാലും പോകും, കിട്ടില്ല. -1ഉം +1ഉം ഡിലീറ്റ് ആയി പോകും. -2ഉം +2ഉം ഡിലീറ്റ് ആയി പോകും. പിന്നെ ആകെ നിൽക്കുന്നത് +3 ആണ്. L = 3 വന്നു. ഓക്കെ, S = എത്ര വരും? എത്ര
ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്, ഓരോന്നിനും ഹാഫ് ആണ് വരുന്നത്. അപ്പം 6 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും എസിൻ്റെ വാല്യൂ 3 വരും. ദെൻ 2s+1 എന്ന് പറയുമ്പോഴത്തേക്കും 2s+1 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും നമുക്ക്? 2 ഇൻറ്റു എസിൻ്റെ വാല്യൂ എത്ര വന്നു? 3 ആണ് വന്നത്, പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7 വന്നു. ജെ എന്ന് പറയുന്നത് എത്ര വരും? ജെ ഈസ് ഈക്വൽ ടു, ഇത് ലെസ് ദാൻ ഹാഫ് ഫിൽഡാണ്, L മൈനസ് എസ്, മോഡുലസ് L മൈനസ് എസ് ആണ് വരുന്നത്, ഇസ് ഈക്വൽ ടു എത്ര വരും? 3 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. അപ്പം ജെയുടെ വാല്യൂ നമ്മൾ എഴുതുന്ന എങ്ങനെയായിരുന്നു? L 2s+1 ജെ 0 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 2 എണ്ണേ ഉള്ളൂ. അപ്പം ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും പോയി, എ ഓർ ബി ആണ് ഓപ്ഷൻ വരിക. അതിനകത്ത് എല്ലിൻ്റെ അപ്പം വരുന്നത് ഏതാണ്? L ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത് അല്ലേ? എസ്, പി, ഡി, എഫ് 0 1 2 3, എഫ് വന്നു, 3 വന്നു. ഓക്കെ, എഫ് വന്നു, 2s+1 3 അല്ല 7 വന്നു, എഫ് വന്നു, 7 വന്നു, ജെ വാല്യൂ എന്ന് പറയുന്നത് 0 വന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഏതിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്? ടെർബിയത്തിൻ്റെ കണ്ടുപിടിക്കണം. അതിൻ്റെ എത്രയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? TB3+ ആണ് വരുന്നത്, സോറി 3B+3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 4f8 വരും. ഓക്കെ, +3 +2 +1 0 -1 -2 -3 8 ആണ്. 1 2 3 4 5 6 7 8. ഓക്കെ, ഞാൻ ക്യാൻസൽ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെ ക്യാൻസൽ ആവുമെന്ന്. ഓക്കെ, 0 പോവും, -1 -1 പോയി, +2 -2 പോയി, -3 ഒരെണ്ണമുണ്ട്, അത് ഒരു ഇലക്ട്രോൺ, +3 ഒരു ഇലക്ട്രോണുമായിട്ട് ക്യാൻസൽ ആയി പോവും. ദെൻ +3 ഒരു ഇലക്ട്രോൺ ബാക്കി നിൽപ്പുണ്ട്, അതുകൊണ്ട് L ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? L ഈസ് ഈക്വൽ ടു +3 വരും. എസ് എന്ന് പറയുമ്പോഴത്തേക്കും എസ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ഇലക്ട്രോൺസ് ആണ് എസിനകത്തുള്ളത്? ടോട്ടൽ 1 2 3 4 5 6. ഇത് ഹാഫ് പ്ലസ് ഹാഫ് മൈനസ് പ്ലസ് ഹാഫ് മൈനസ് ഹാഫോടെ ക്യാൻസൽ ആയി പോകുന്നത് കൊണ്ട് ഇത് 0 ആയി. ബാക്കിയുള്ളത് അൺപെയർഡ് ആയിട്ടുള്ള 6 എണ്ണമാണ് വരുന്നത്. 6 ഇൻറ്റു ഹാഫ് വരും, ഈക്വൽ ടു 3. 2s+1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3+1 ഈസ് ഈക്വൽ ടു 7. ജെ ഈസ് ഈക്വൽ ടു മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്, L + S വരും. എസിൻ്റെ വാല്യൂ 3 ആണ്, എല്ലിൻ്റെ വാല്യൂ 3 ആണ്. ടോട്ടൽ 6 വന്നു. L 6 വന്നാൽ എല്ലിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലിൻ്റെ വാല്യൂ 3 വരുമ്പോഴത്തേക്കും എന്താണ്? എഫ് വരും അല്ലേ? 3 വന്നപ്പോഴത്തേന് എഫ് വന്നു. ദെൻ ജെ എന്ന് പറയുന്നത് 6 വന്നു, 2s+1 എന്ന് പറയുന്നത് 7 വന്നു. ആൻസർ ഏതാ? എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിസംബർ 2024 ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 2023 ചോദിച്ച ചോദ്യമാണ്. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് YB3+ തന്നിട്ടുണ്ട്. വാട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് F13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്ത മെത്തേഡ് ഇപ്പം ചെയ്ത സെയിം മെത്തേഡാണ്. എന്ത് സംഭവിക്കും? F13 വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? L വാല്യൂ കണ്ടുപിടിക്കണം. ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് നോക്കാം. 3 4 5 6 7. എത്ര ഇലക്ട്രോൺസ് ആണ് വന്നത്? 13 ഇലക്ട്രോൺസ് ആണ്. 1 2 3 4 5 6 7. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കളർ കൊടുക്കുകയാണ്. 8 9 10 11 12 13. ഓക്കെ, ദെൻ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ആയി പോകുന്നുള്ളത് നോക്കാം. ക്യാൻസൽ ആയി പോകുന്നത് ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് വേറെ കളർ കൊടുക്കുകയാണ്. +2 -2 കംപ്ലീറ്റ് ക്യാൻസലായി, -1 +1 കംപ്ലീറ്റ് ക്യാൻസലായി, 0യും പോയി. ദെൻ എന്താണ്? -3 ഒരെണ്ണം ഉണ്ട്, +3 ഒരെണ്ണമായിട്ട് ക്യാൻസലായി. ബാക്കി നിൽക്കുന്നത് +3 ഒരു ഇലക്ട്രോൺ മാത്രം. L ഈസ് ഈക്വൽ ടു എന്ത് വന്നു? +3 വന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് S ആണ് വരുന്നത്. S ഈസ് ഈക്വൽ ടു
എസ് എൻ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആകെ ഈ -3 വരുന്ന ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ S = എന്ത് വരുന്നു, ഹാഫ് വരും. ഓക്കെ, ദെൻ 2s+1 എന്ന് പറയുമ്പോഴത്തേക്കും 2s+1 എന്ന് പറയുമ്പോഴത്തേനും 2 × ½ + 1 ആണ് വരുന്നത്. +1, അപ്പം 2 വന്നു. ജെ എന്ന് പറയുന്നത് മോർ ദാൻ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് L+S വരും. = L എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. എസ് എന്ന് പറയുന്നത് എത്രയാണ് വന്നത്, ഹാഫ് ആണ് വരുന്നത്. സോ J = 7/2. ജെ എന്ന് പറയുന്നത് 7/2 ആണ് വരുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ ജി വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ മാഗ്നറ്റിക് മൊമെന്റ് പറ്റുള്ളൂ. ജി എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. G = ഏത് ഇക്വേഷൻ ആണ് പറയുന്നത്, 1+ അല്ലേ, 1 + J × J+1 അല്ലേ. J എന്ന് പറയുന്നത് 7/2 ആണ്. J × J+1 7/2 + 1 പ്ലസ് S × S+1. S എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്, ഹാഫ് ആണ് വരുന്നത്. അപ്പം ½ × ½ + 1 മൈനസ് L × L+1 അല്ലേ, മൈനസ് L × L+1 മൈനസ് L × L+1 എന്ന് പറയുമ്പോൾ മൈനസ് L × L+1 ആണ്. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 3 ആകുമ്പോഴത്തേനും -3 × 3 + 1 ഡിവൈഡഡ് ബൈ 2J × J+1 ആണ്. J വാല്യൂ 7/2 ആണ്. 2 × 7/2 × 7/2 + 1. ഓക്കെ, ദെൻ ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എന്ന് പറയുമ്പം 1 + 7/2 × 9/2 അല്ലേ, 7/2 × 9/2 പ്ലസ് 1/2 × 3/2 മൈനസ് 3 × 4 ഡിവൈഡഡ് ബൈ 7 × എത്ര വരുന്നു, 9/2 = 1 + 63/4 വരും അല്ലേ. 63/4 7 × 9/22 പ്ലസ് 3/4 മൈനസ് 12 ഡിവൈഡഡ് ബൈ 63/2 വരും. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെ വരും, 1 + 66/4 അല്ലേ, 66/4 മൈനസ് 12 ഡിവൈഡ് ബൈ 4 66/4 മൈനസ് 12 ഡിവൈഡ് ബൈ 63/2 വരും. = 1 + 66 മൈനസ് 48 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 63/2 അല്ലേ. 66 മൈനസ് 4 × 12 എന്ന് പറഞ്ഞാൽ 48 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 63/2 വരും. അതെന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും, 1 + 18/4 × 2/63 എന്ന് കൊടുക്കാം അല്ലേ. 2ഉം 4ഉം ക്യാൻസലായി, 2 എത്ര വന്നു, = 1 + വേണമെങ്കിൽ ഇവിടെയും ക്യാൻസൽ ചെയ്യാം. 18ഉം 9ഉം കൂടെ പോകുമ്പോഴത്തേക്കും അല്ല 2ഉം 18ഉം കൂടെ പോകുമ്പോഴത്തേക്കും 9 വരും. 9ഉം 63 കൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെ എത്ര വരും, 7 വരും. അപ്പം 1 + 1/7 വരും. = എത്ര വന്നു, 8/7. ഇത് ഏത് വാല്യൂ ആണ്, നമ്മുടെ ജിയുടെ വാല്യൂ ആണ് 8/7 വന്നത്. ഇനി ജിയുടെ വാല്യൂ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം, മ്യൂ എഫക്റ്റീവ് കണ്ടുപിടിക്കണം. മ്യൂ എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്താണ്, മ്യൂ എഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് = G √J × J+1. ഓക്കെ, ജിയുടെ വാല്യൂ വന്നു, എത്ര വന്നു, 8/7 വന്നു. ഇൻറ്റു റൂട്ട് J എന്ന് പറയുന്നത് 7/2 ആണ്. 7/2 × 7/2 + 1. ഓക്കെ, = 8/7 റൂട്ട് എത്ര വരും,
7/2 ഇൻറ്റു 9/2 വരും അല്ലേ? അതാന്ന് പറയുന്നത് എന്ത് ചെയ്യാം? 7/2 ഇൻറ്റു 9/2 is equal to 8/7 റൂട്ട് 63/4 വരും അല്ലേ? റൂട്ട് 63/4 വരും. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 8/7 ഇൻറ്റു റൂട്ട് 63 എന്ന് പറയുന്നത് 9 ഇൻറ്റു 7 ആണ്. 9 ഇൻറ്റു 7 സോറി 8/7 തന്നെ, സോറി 8/7 തന്നെ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. 9 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ആണ്. അപ്പം 3യും 2നെയും നമുക്ക് പുറത്തെടുത്തൂടെ? 3യും 2നെയും പുറത്തെടുത്താൽ 8 ഇൻറ്റു 3 ബൈ 7 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 7. ഓക്കെ, ഞാൻ അതിനാണ് പറഞ്ഞത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് അറിയണം ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 10 വരെയുള്ളതിൻ്റെ റൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. റൂട്ട് 7 പഠിച്ചിരിക്കാം. റൂട്ട് 7 എന്ന് പറഞ്ഞാൽ 2.6457 ആണ്. ഓക്കെ, അപ്പം 8 ഇൻറ്റു 3 ഇൻറ്റു 2.6457 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 2. ഓക്കെ, എന്ന് പറയുന്നത് ഈക്വൽ ടു 4.84 വരും ഏകദേശം. ബോർ മാഗ്നറ്റോൺ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോണിലാണ് വരുന്നത്. 4.84 വരും. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. നമുക്ക് എന്തുണ്ട്? 4.54 വന്നിട്ടുണ്ടല്ലേ വാല്യൂ. അപ്പം എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബർ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ദ കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് EU3+, 4 of 6 is 0 Bohr magneton. The experimental value is 3.4 to 3.6 Bohr magneton at 298 Kelvin. The deviation is due to ഓപ്ഷൻ തന്നേക്കുന്നത് മിക്സിംഗ് ഓഫ് 4f and 4d orbitals, B large spin orbit coupling constant lambda, large orbital angular momentum, populated ground and excited state. ഓക്കെ, ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ലാന്തനൈറ്റ്സിന്റെ കേസിൽ പ്രത്യേകിച്ചും ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ പോലും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, റൂം ടെമ്പറേച്ചറിൽ പോലും എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോപ്പുലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ 0യും, അതേസമയം ഒറിജിനലായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്, എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് പക്ഷേ 0 അല്ല, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഏകദേശം 3.4 to 3.6 വരുന്നുണ്ട്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. എന്താണ്? പോപ്പുലേഷൻ കൂടുതൽ ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് കുറവായതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ആൻസർ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്. ഓക്കെ, അതാണ് കാൽക്കുലേറ്റഡ് വാല്യൂയും ഈ എക്സ്പെരിമെന്റൽ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുന്നതിനുള്ള റീസൺ. പോപ്പുലേറ്റഡ് ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതുമൂലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമല്ല ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി യൂറോപ്പിയം 3+നകത്ത് കാണിക്കുന്നത്. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലത്തെ ചോദ്യം പിന്നീടും ചോദിക്കുന്നുണ്ട് പലതവണ. അപ്പം ഇത് പഠിച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എമംഗ് ദ അസേഷൻസ്, നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. UO2+ ഈസ് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ UO2+ തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. UO2+ എന്ന് പറയുന്ന ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്നിട്ട് അത് UO2+ ഫോം ചെയ്യാറുണ്ട്. UO2+ഉം കൂടാതെ UO4+ എന്നുള്ള സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ഇത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളതല്ല. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ അല്ല എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എയും ക്യാൻസൽ ചെയ്യാം,
ഡിയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ UO2+ ഈസ് എ ഹാർഡ് ആസിഡ്. UO2+ എന്ന് പറയുന്നത് ഹാർഡ് ആസിഡ് ആണ്. ഹാർഡ് ആസിഡ് സോഫ്റ്റ് അല്ല, ഹാർഡ് ആസിഡ് ഹാർഡ് ബേസ് കൺസെപ്റ്റ് നമുക്കറിയാവുന്നതാണ്. ഹാർഡ് ആസിഡ് എന്ന് പറയുന്നത് വിൽ ഇന്ററാക്ട് വിത്ത് ഹാർഡ് ആയിട്ടുള്ള റിയേജന്റ്, ഹാർഡ് ആയിട്ടുള്ള ആസിഡുമായിട്ട് അല്ലെങ്കിൽ ബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. സോഫ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ റെഗുലർ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഓർത്തേണ്ട കാര്യം UO2+ എന്ന് പറയുന്നത്, UO2+ എന്ന് പറയുന്നത് ഇസ് എ ഹാർഡ് ആസിഡ്. അത് ഫ്ലൂറിൻ പോലത്തതുമായിട്ടുള്ള ഹൈലി റിയാക്റ്റീവ് പോലെയുള്ളതുമായിട്ട്, ഫ്ലൂറൈഡ് പോലെയുള്ളതുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യാം. ഓക്കെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി സ്റ്റേഡിയാണ്. അപ്പം ഇതിനകത്ത് നോക്കാം. ഇതിനകത്ത് നോക്കുന്ന സമയത്ത് രണ്ടിനകത്തും ബി ഉണ്ട്. അപ്പോൾ അത് വെച്ച് പറയാൻ പറ്റത്തില്ല. UO2+ ഈസ് ബെൻഡ്. ജോമെട്രി ഓഫ് UO2+ ഈസ് എ ബെൻഡ്. ഇതും നേരത്തെ ഉള്ള എക്സാമിനെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഇതെന്ന് പറയുന്നത് ആക്ച്വലി UO2+ എന്ന് പറയുന്നത് ലീനിയർ ജോമെട്രി ആണുള്ളത്. അത് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതും പഠിച്ചിരിക്കാം. ഇതും ചോദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഓപ്ഷനിനകത്ത് കറക്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. UO2-ൻ്റെത് ലീനിയർ സ്ട്രക്ചർ ആണെന്നുള്ള രീതിയിൽ. ഇത് ബെൻഡ് സ്ട്രക്ചർ വരില്ല. ബോത്ത് 5f and 6d orbitals of uranium are involved in bonding with 2p orbitals of oxygen atom. ഇത് നമുക്കറിയാം. 5f ഉണ്ട്, 6d ഓർബിറ്റലും ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ 2p ഓർബിറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സി എന്നുള്ള ഓപ്ഷനും തെറ്റായി വന്നപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള ഓപ്ഷൻസ്, കറക്റ്റ് ഓപ്ഷൻസ് തന്നേക്കുന്നതും പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതുപോലത്തെ കേസുകളാകുമ്പം ആ കറക്റ്റ് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിനുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ EU3+ ions, atomic number 63, the calculated and observed magnetic moments are in agreement with each other. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. യൂറോപ്യത്തിനും സമരിയം SM3+-നുമാണ് പ്രത്യേകിച്ചും ഈ ഒരു ഡിഫറൻസ് കാണുന്നത്. ഡിഫറൻസ് കൂടുതലും ഇല്ലാതെ വരുന്നത്, അതായത് രണ്ടും കാൽക്കുലേറ്റഡ് ഒബ്സർവ്ഡ് വാല്യൂം സെയിം ആയിട്ട് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലുള്ള എലമെന്റ്സിന്റെ കേസിലാണ്. ബാക്കിയുള്ളതിന്റെ കേസിൽ അതിപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അനുസരിച്ചും ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് സ്റ്റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കാര്യം സ്റ്റെബിലിറ്റി മൂലം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേസുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും തന്നെ കാൽക്കുലേറ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ്സ്, മിക്കവാറും യൂറോപ്യൻ 3+, സമരിയം 3+ പോലത്തെ കേസിലൊക്കെ തന്നെ ഒബ്സർവ്ഡ് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെന്റ്സും എഗ്രിമെന്റിലായിരിക്കില്ല, ഡിഫറെന്റ് ആയിരിക്കും. UO3+ന്റെ കേസിൽ 0യും കാൽക്കുലേറ്റഡ് വാല്യൂ 0യും ഒബ്സർവ്ഡ് വാല്യൂ 3.4 to 3.6 റേഞ്ച് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു തന്നു. അപ്പം എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. എ ഓപ്ഷൻ തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടെണ്ണം ഇതിനകത്തൊന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇവിടുത്തെ എയും ഇതും കളയാൻ പറ്റും, ബിയും കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ബി എന്ന് പറയുന്നത് എന്താണ്? ദ ഹയർ എനർജി സ്റ്റേറ്റ്സ് 7f1 and 7f2 are populated and increase the observed magnetic moment. ഹയർ എനർജി സ്റ്റേറ്റ് 7f-ഉം 7f1-ഉം 7f2-ഉം പോപ്പുലേറ്റഡ് ആണ്. ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യമല്ലേ, നമ്മൾ ഹയർ എനർജി സ്റ്റേറ്റ്സ് പോപ്പുലേറ്റഡ് ആയിരിക്കും, അതുമൂലമാണ് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ 4f orbitals is more than half filled. EU3+ന്റെ കേസിൽ നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. EU3+ന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരുന്നത്? EU3+ന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിന് കുറച്ച്, അതായത് ഏതാണ്, മെറ്റൽ ഹൈഡ്രേറ്റ്സിന്റെ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലേ? അതിന്റെ പറഞ്ഞപ്പോൾ EU3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എത്രയാണ് വരുന്നത്? EU3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f6 ആണ് വരുന്നത്. അതുകൊണ്ട് 4f ഓർബിറ്റൽ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണോ? അല്ല. ഈ സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബൽ ഈസ് 7f0 എന്ന് പറഞ്ഞു. സിയും ആൻസർ തെറ്റാണ്. എ ഓൾറെഡി തെറ്റാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം.
ദെൻ ബി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. ബി ശരി വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡി എന്ന് പറയും. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ ഡി ആണ്. വേണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചാണ് EU3+ന്റെ കേസിൽ 7F0 ആണെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലാന്തനോഡ് 3 അയോൺസ് ഓർ കോംപ്ലക്സസ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മെറ്റൽ അയോൺ ഇന്ററാക്ട്സ് വീക്ക്ലി വിത്ത് ലിഗാൻഡ് ഓർബിറ്റൽസ്. നമ്മൾ ഓൾറെഡി അത് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ്. എങ്ങനെയാണ് ലിഗാൻഡ് ഓർബിറ്റൽസുമായിട്ട് വീക്കായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലേ? വീക്കായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അതൊരു എന്ത് ഓപ്ഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും, അതൊരു കറക്റ്റ് ഓപ്ഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പം എ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം, ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം എ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ഉണ്ട്, സി ഉണ്ട്. അപ്പം ബിയും നമുക്ക് കളയാം, ഡിയും നമുക്ക് കളയാം. Then a large number of microstates results in large number of transitions. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ്. FF ട്രാൻസിഷന്റെ കേസിൽ ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം ബിയും കറക്റ്റ് ആണ്. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പം എ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ പറഞ്ഞേക്കുന്നു എന്താണ്, എഫ് ഓർബിറ്റൽസ് ആർ ഡീപ്ലി ബറീഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ദേ ഷോ സ്ട്രോങ് FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ. സ്ട്രോങ് FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ കാണിക്കുന്നില്ല, പക്ഷെ നമ്പർ ഓഫ് FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഉണ്ട്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഷാർപ്പായിട്ടുള്ള ട്രാൻസിഷൻ പീക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് സ്ട്രോങ് ആണെന്ന് നമ്മളത് പറഞ്ഞില്ല. കാര്യം എന്താണ്, അതിന് FF ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞ് ലപ്പോട്ടെ ഫോർബിഡനുമാണ്. പിന്നെ സ്പിൻ അലൗഡ് ആണോ സ്പിൻ ഫോർബിഡൻ ആണോ എന്നുള്ളത് ടേം വെച്ചിട്ടേ പറയാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ FF ട്രാൻസിഷൻ സ്ട്രോങ് ആണെന്ന് നമ്മൾ പറയുന്നില്ല, ലപ്പോട്ടെ ഫോർബിഡൻ ആയതുകൊണ്ട്. പക്ഷെ അതിന്റെ പീക്ക് ഷാർപ്പ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷനുമില്ല. അപ്പം നമുക്ക് എ, ബി ആൻഡ് സി മാത്രമേ ഉള്ളൂ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് 2022 സെപ്റ്റംബറിൽ ചോദിച്ച ചോദ്യമാണ്. ദ നോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്യം ഇൻ അക്വ സൊല്യൂഷൻ ഈസ് ഓർ ആർ. നോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യൂറോപ്യത്തിന്റെ കേസിലും നമ്മൾ എല്ലാ ലാന്തനോഡ്സിന്റെ കേസിലും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സീരിയത്തിന്റെ കേസിൽ +3യുടെ കൂടെ +4ഉം കൂടെ വരാറുണ്ട്. യൂറോപ്യത്തിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f7 6s2 ആണ്, അല്ലേ? 6s2 ആണ്. അപ്പം ഈ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതും സ്റ്റേബിൾ ആയിരിക്കും. അപ്പം യൂറോപ്യത്തിന്റെ കേസിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റോബിയത്തിന്റെ കേസ് പോലെ. ഇറ്റോബിയത്തിന്റെ കേസിൽ 4f14 6s2 ആണ് വരുന്നത്. ഈ കേസിലും YB+ എന്ന് പറയുന്നത് സ്റ്റേബിൾ, YB2+ എന്ന് പറഞ്ഞ സ്റ്റേബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, ഇത് യൂറോപ്യൻ 2+, ഇറ്റോബിയൻ 2+ എന്നൊക്കെ പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ട് അതിന്റെ പ്രോപ്പർട്ടി സിമിലർ ആയിട്ട് കാണിക്കാറുണ്ട്. അതിന്റെ റിയാക്ഷൻസ് പൊതുവെ സിമിലർ ആയിട്ട് കാണിക്കാറുണ്ട്. അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നും +2 +3 ആണ് യൂറോപ്യത്തിന്റെ നോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അക്വ സൊല്യൂഷനിലുള്ള നോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. ദ എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ബോർ മാഗ്നറ്റോൺ ഫോർ ദ ലാന്തനൈഡ് ഓഫ് F10 അയോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി. അതായത് 10 ഇലക്ട്രോൺസ്, F ബ്ലോക്കിൽ 10 ഇലക്ട്രോൺസ് ഉള്ള ഒരു ലാന്തനൈഡിന്റെ എന്താണ് പറയുന്നത്, എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ബോർ മാഗ്നറ്റോണിലുള്ള എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെന്റ് നമുക്കറിയാം ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എല്ലിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 1 2 3 4 5 6 വലുതായിപ്പോ അല്ലേ? ഇങ്ങനെ കിടക്കട്ടെ. 7. എത്ര ഇലക്ട്രോൺ ഉണ്ട്? F10 ആണ് വരുന്നത്. 1 2 3 4 5 6 7 8 9 10 +3 +2 +1 0 -1 -2 -3. ഓക്കെ, ദെൻ -3യിലുള്ള ഒരെണ്ണവും +3യിലൊരെണ്ണവും ക്യാൻസൽ ആയിപ്പോയി. -2യിലുള്ള ഒരെണ്ണവും +2യിലുള്ള ഒരെണ്ണവും ക്യാൻസൽ ആയിപ്പോയി. -1ലുള്ള ഒരെണ്ണവും +1ലുള്ള ഒരെണ്ണവും ക്യാൻസൽ ആയിപ്പോയി.
അല്ലേ? അപ്പം L is equal to 3 into 1 plus 2 into 1 plus 1 into 1 is equal to 6 വന്നു. എസിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും പെയർഡ് ആയിട്ടുള്ളതെല്ലാം മാറ്റിയതിന് ശേഷം അൺപെയർഡ് മാത്രം നോക്കാം. എത്ര വരും എസ് എന്ന് പറയുന്നത്? 2 അല്ലേ? ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു വാല്യൂ വരും. ഇത് രണ്ടും കൂടെ ചേർത്ത് 1 plus 1 എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു 2 വന്നു. ദെൻ 2s plus 1 എന്ന് പറയുമ്പോഴത്തേക്കും 2 into 2 plus 1 is equal to 5 വന്നു. J is equal to more than half filled ആയതുകൊണ്ട് മോഡുലസ് L plus S വന്നു. is equal to 6 plus 2 is equal to 8 വന്നു. ഓക്കെ. ദെൻ G കണ്ടുപിടിക്കണം. G കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ജിയുടെ വാല്യൂ ഇക്വേഷൻ നമുക്കറിയാം, 1 plus S into S plus 1 അല്ലേ? അല്ലെങ്കിൽ S into S plus 1 plus J into J plus 1. J into J plus 1 എന്നുള്ളത് കൊടുക്കണം. J വാല്യൂ എന്ന് പറയുന്നത് എത്ര വന്നത്? 8 ആണ്. 8 into 8 plus 1 9 പ്ലസ് S എന്ന് പറയുന്നത് 2 ആണ്. 2 into 2 plus 1 3 മൈനസ് L into L plus 1 എന്ന് പറഞ്ഞാൽ L 6 ആണ്. L plus 1 എന്ന് പറയുമ്പോൾ 7 ആണ്. 6 into 7 ഡിവൈഡ് ബൈ 2 into J വാല്യൂ എത്ര ആണ്? 8 into 2J into J plus 1 ആണ് അല്ലേ? into 9 വരും അല്ലേ? is equal to 1 plus 72. 8 into 2 sorry 8 into 9 72 ആണ്. 72 plus 6 minus 42 divided by 2 into 8 16. 16 into 9 144 ആണ് വരുന്നത്. is equal to എത്ര വരും? 1 plus 72 plus 6 78. 78 minus 42 എന്ന് പറയുമ്പോഴത്തേക്കും 36 വരും. 36 divided by 144 രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 72. ദെൻ 18 by 72 എന്ന് പറയുന്നത് ഏകദേശം 1/4 അല്ലെങ്കിൽ 18 into 4 ആണ് 72 എന്ന് പറഞ്ഞത്. 1 plus 1/4 വരും. is equal to 5/4. ജിയുടെ വാല്യൂ വന്നു 5/4. ഇനി നമുക്ക് മ്യൂ എഫക്റ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ബോർ മാഗ്നറ്റോൺ മ്യൂ എഫക്റ്റീവ് is equal to G root J into J plus 1. ജിയുടെ വാല്യൂ 5/4. ജെയുടെ വാല്യൂ 8 ആണ്. 8 into 9 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5/4 into 8 എന്ന് പറയുമ്പം 2 into 2 into 2 അല്ലേ? 9 എന്ന് പറയുമ്പം 3 into 3. ഇത് പുറത്തെടുക്കാം, ഇത് പുറത്തെടുക്കാം. is equal to 5/4 into 2 into 3 into root 2. 2 and 2 cancel ആയിപ്പോയി. ഓക്കെ. is equal to 15/2 into root 2. എത്ര വരും വാല്യൂ? ഏകദേശം 15 into 1.414 ഡിവൈഡ് ബൈ 2 വരും. ഏകദേശം 15 into 1.414 എന്ന് പറഞ്ഞാൽ 21.21 ഡിവൈഡ് ബൈ 2 ഏകദേശം 10.605 ബോർ മാഗ്നറ്റോൺ വരും. 10.605 ബോർ മാഗ്നറ്റോൺ വരും. നമുക്ക് നോക്കാം, നമുക്ക് തന്നേക്കുന്ന വാല്യൂ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് ഏത് വരും എന്നുള്ളത്. 10.6 വരുന്നുണ്ടല്ലേ, ബാക്കി 9 പോയിന്റ് ആണില്ല. 10. അപ്പം എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The pair in which both actinides show +3 oxidation state only. +3 oxidation state മാത്രം കാണിക്കുന്ന ആക്ടിനൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഒന്ന് ആക്ടീനിയം, 2 പറയുന്നത് ലോറൻഷ്യം. അതായത് ഫസ്റ്റ് വൺ നമ്മുടെ ഈ 4F ആക്ടിനൈറ്റ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള എഫ് ബ്ലോക്കിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തതാണ് ആക്ടീനിയം എന്ന് പറയുന്നത്. ആക്ടീനിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റേ ഉള്ളൂ. ആക്ടീനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും 6d1 7s2 ആണ് വരുന്നത്.
ഇതിന് ആകെ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. പിന്നെ ലോറൻഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും LR വരും. LRന്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 5f14 6d1 7s2. ഇതിൻ്റെയും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് വണ്ണും. ഓക്കെ, എഫ് ബ്ലോക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ആക്ടിനൈഡ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ആക്ടിനൈഡ്സിന് ശേഷമാണ് വരുന്നത് എഫ്. അതിന് ശേഷമാണ് എഫിലേക്ക് ഇലക്ട്രോൺസ് വരുന്നത്. ആക്ടിനിയും അതേപോലെ തന്നെ ലോറൻഷ്യമാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്ന രണ്ട് പെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് NO എന്ന് പറയുമ്പോഴത്തേക്കും നൊബീലിയമാണ്. അതിന് വരുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, 3യും ഉണ്ട്. പിന്നെ അടുത്തത് CM ക്യൂറിയമാണ് വരുന്നത്. ക്യൂറിയത്തിന് ഈ പറഞ്ഞ പോലെ +3യും +4ഉം വരുന്നുണ്ട്. ദെൻ ബെർക്കീലിയം വരുമ്പോഴത്തേക്കും അതിൻ്റെ കേസിൽ അതുപോലെ തന്നെ +3 +4 വരുന്നുണ്ട്. ദെൻ CM എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂറിയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലോറൻഷ്യത്തിൻ്റെ കേസിൽ CMന്റെ കേസിലും രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ട്. അപ്പം രണ്ടിലും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം വരുന്ന ആക്ടീനിയത്തിനും ലോറൻഷ്യത്തിനും കേസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് GD ഇൻ GDCl3 6H2. നിങ്ങളത് കാണാതെ പഠിച്ചു വെക്കുക. അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. GD H2O 6 times Cl2 Cl. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഈ സ്പിയറിനുള്ളിൽ വരുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ലിഗാൻസ് 6+2 എന്ന് പറയുന്നത് 8 ലിഗാൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ 2020 തന്നെ ചോദിച്ച ചോദ്യം, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2020 ചോദിച്ചൊരു ചോദ്യം നോക്കാം നമുക്ക്. 2020-ലും 2019-ലും അല്ല, 2011-ലുള്ള ചോദ്യമാണ്. Among the following statements, identify the correct ones for complex of lanthanide 3 ion. Options A 4 ഇത് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി അയണിക്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റയർലി ഷോസ് ഐസോമർസം. ലാന്തനൈഡ്സിന്റെ കേസിലാണ്. C, coordination number is not more than 8. D, magnetic moments are not accounted even approximately by spin-only values for majority of lanthanides. ഇതിനകത്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമുക്കറിയാം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് സ്പിൻ-only വാല്യൂ? Magnetic moments are not accounted even approximately by spin-only value of majority of lanthanides. അതായത് സ്പിൻ-only വാല്യൂ വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിക് മൂവ്മെന്റ് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം D ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത് ഏതൊക്കെയുള്ളത് നമുക്ക് നോക്കാം. എപ്പോഴും നിങ്ങൾ ഓപ്ഷൻ എലിമിനേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പം സിയും ബിയും നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ രണ്ട് എയും ഡിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം എ എന്ന് പറയുന്ന രണ്ടിനകത്തും ഉണ്ട്. അപ്പം എ ഉറപ്പായിട്ടും കറക്റ്റ് ആൻസർ ആയിരിക്കും. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുന്നത് ലാന്തനൈഡ്സിന്റെ കേസിൽ സിഗ്നിഫിക്കൻ്റ്ലി അയണിക് എന്നുള്ള രീതിയിലായിരിക്കും ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി ആണ്. കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ റയർലി ഐസോമർസ് എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടേ കാണിക്കുള്ളൂ. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് കോർഡിനേഷൻ നമ്പർ ഈസ് നോട്ട് മോർ ദാൻ 8. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ലാന്തനൈഡ്സിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8-നേക്കാൾ കൂടുതൽ വരാറുണ്ട്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 8-നേക്കാൾ കൂടുതൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഓപ്ഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പം എ ശരിയാണ്, ബി ശരിയാണ്. എയും ബിയും ശരി വരുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്നതാണ്. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാര്യം ഇപ്പം തന്നെ ഓൾറെഡി 1 hour കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വീഡിയോയുടെ ടൈം കൂട്ടണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പം നെക്സ്റ്റ് പാർട്ട് 2 എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.